പ്രിയചേട്ടൻ പറഞ്ഞു മീശ ഷേവ് ഇടാ എന്ന് പറഞ്ഞു. ഹിന്ദി സിനിമയല്ലേ, ഹിന്ദി സിനിമയിൽ പ്രത്യേകിച്ച് എല്ലാവരും മീശ ഇല്ലാതെയാണ് നടക്കുന്നത്. ഞാൻ ഈ മീശയൊക്കെ ഷേവ് ചെയ്ത് ഞാനിങ്ങനെ നടന്നടുത്ത് വന്നപ്പോൾ രാജീവേട്ടൻ ദേ നമ്മുടെ പവി വരണു എന്ന് പറഞ്ഞു. സുരേഷേ പവിയെ അന്വേഷിച്ച് ഒരിടത്ത് പോകണ്ട, അതാ ഇവൻ തന്നെ നമ്മുടെ പവി എന്ന് പറഞ്ഞു. ഓഹ് എൻ്റെ ദൈവമേ, അവിടെ ഇതിന് പോയതാണ്, വേഷം കിട്ടി. 3 പതിറ്റാണ്ടിലേറെയായി ഈ നടൻ മലയാള സിനിമയിലെ സാന്നിധ്യമാണ്. പ്രേക്ഷകർ എന്നും ഓർക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ആൾ. നന്ദലാൽ കൃഷ്ണമൂർത്തി, നന്ദു. തിലകൻ സാറ് പറഞ്ഞാണ്, നീ എന്ന് ഈ കോമാളി വേഷം കാണിപ്പ് നിർത്തിയിട്ട് സീരിയസ് ആയിട്ട് അഭിനയിക്കണോ അന്ന് നീ രക്ഷപ്പെടും. സ്പിരിറ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അത് ഞാൻ ആ സീരിയസ് ആയിട്ട് അഭിനയിച്ചപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായോ? പിന്നിട്ട വഴികളിലെ തന്റെ ജീവിതാനുഭവങ്ങൾ പറയുകയാണ് നന്ദു. നിന്റെ വേഷത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നീ ഒരു വയസ്സനായിട്ടാണ് അഭിനയിക്കാൻ പോണത്, ഈ തത്തയെ കൊണ്ടുവരുന്ന ഒരു ജോത്സ്യനായിട്ട്. എന്തായാലും നമ്മുടെ ഈ പടം സൂപ്പർ ഹിറ്റാണ്, അതിന് യാതൊരു സംശയമില്ല. അല്ല, ഈ ഒരു കഥാപാത്രം കൊണ്ട് അത് ഇല്ലാതാവാതെ നോക്കേണ്ട ജോലി നിന്റെയാണ്. എന്റെ ചങ്കിക്കൂടെ ഒരു ഇടിത്തി പാഞ്ഞുപോയി. സിനിമകളിലേക്ക് എത്തിയ വഴികൾ. അതിഗംഭീര തണുപ്പ്, ഈ തോർത്ത് മാത്രം എടുത്തോണ്ട്. അന്ന് നമ്മളെ 2ാമത്തെ പടമാണ്. അപ്പം പുതയ്ക്കാനൊരു സാധനം പോലും ചോദിക്കാനുള്ള ഒരു ഇതില്ല. ജനറേറ്റർ വണ്ടി ഓട്ടിക്കുന്ന കക്ഷിയുണ്ട്. അങ്ങനെ ചോദിച്ചു, എന്ത്? നമ്മൾ തണുത്തിട്ട് എന്താ അകത്ത് കയറി ജനറേറ്ററിൻ്റെ അടുത്തിരിക്കും, നല്ല ചൂട് കിട്ടുമെന്ന് പറഞ്ഞു. പ്രേക്ഷകർ അറിയാത്ത സംഭവങ്ങൾ. ഞങ്ങൾ 3 പേരും ഉണർന്നിരിക്കുക, കഥവ് തുറന്നു. ഈ ഡയറക്ടർ മുറിക്കകത്തോട്ട് കയറി വന്നിട്ട് എൻ്റെ ഒരു 10 തലമുറ ചീത്ത വിളിച്ചത്. നീ ആരാടാ എൻ്റെ ക്ലൈമാക്സ് തിരുത്താൻ? ഞാൻ തിരുത്തിയ? നീയല്ലടാ പറഞ്ഞത് മാറ്റിച്ചത്. ലൊക്കേഷൻ തമാശകൾ. ഈ കാറിൻ്റെ സൈഡിൽ ഇരുന്ന് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ വയറൊക്കെ കടിക്കുന്നു, മുറിക്കുന്നു, കണക്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ക്യാ കർത്താ ചോദിച്ചു. യവൻ ആരും പോലും നോക്കിയില്ല, അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ബാംബ് ഫിറ്റിംഗ് കർത്താ എന്ന് പറഞ്ഞു. അതുവഴി പ്രസിഡന്റിനെ കണ്ടാൽ പോവാ. മറക്കാനാവാത്ത വ്യക്തികൾ. അമരീഷ് പുരി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് സംസാരിക്കും, എന്തിനാ വരണമെന്ന് അറിയില്ല, എന്തോ സംസാരിക്കാൻ വരികയാണ്. ഹലോ പ്രിയൻ എന്ന് പറഞ്ഞിട്ട് റൂമിനകത്തോട്ട് കയറി. അപ്പോൾ എന്നെ കണ്ടപ്പോഴും എൻ്റെ അടുത്ത് ഹലോ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തി. ബാഗിനകത്തുനിന്ന് ഒരു ഹാറ്റ് എടുത്ത് പ്രിയഞ്ചേട്ടൻ്റെ. ഞാൻ ആദ്യമായിരുന്നു പ്രിയഞ്ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞ് കാണുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും സാന്നിധ്യം അറിയിച്ച നന്ദു തന്റെ ജീവിതകഥ പറയുന്നു. ഞാൻ ജനിച്ചു വളർന്നത് തെക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവനന്തപുരത്തുള്ള തെക്കാട്. തെക്കാടാണ് മോഡൽ സ്കൂളൊക്കെ ഉള്ളത്. അപ്പം മോഡൽ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പം ആ തെക്കാടുള്ള എൻ്റെ അതേ പ്രായക്കാരായ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇന്നും അന്നും അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. സിനിമയിൽ വന്ന് പിന്നെ കുറേ കൂടുതൽ സുഹൃത്തുക്കളുണ്ട്, അതല്ലാതെ തന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ എന്നും കൂടുന്നതും കാണുന്നതും കറങ്ങാൻ പോകുന്നതും എല്ലാം എൻ്റെ തെക്കാടുള്ള സുഹൃത്തുക്കളുമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരു സുഹൃത്ത്, അതിന് അന്ന് നടന്ന ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. വർഷം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ബാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ബാബു ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളവിടെ ഈ നട്ടും ബോൾട്ടും എന്നാണ് വിളിക്കുന്നത്. കാര്യം എനിക്ക് ബൈക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ബൈക്ക് ഓടിച്ച് പോയാൽ ഡെഫിനറ്റായിട്ടും ബാബു എൻ്റെ പുറകിൽ കാണും എന്നുള്ളതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ചില ആൾക്കാർ നട്ടും ബോൾട്ടും ചക്കര ഈച്ചയെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചില പേരുകൾ പറയുമായിരുന്നു. അപ്പോൾ ഈ ബാബു ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഒരു കേസുണ്ട്, നമുക്ക് അറ്റൻഡ് ചെയ്താലോ? ഞാൻ ചോദിച്ചു, എന്ത് കേസ്? അത് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്ന കേസാണ്. ഞാൻ പറഞ്ഞു, പെണ്ണിനെ തട്ടിക്കൊണ്ടുവരണ? അത് ഞാൻ കഥയൊക്കെ പറയാം. അപ്പം അന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാബു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട്, പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്ന കേസാണ്. ഞാൻ ചോദിച്ചു, പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്ന നമ്മൾ അകത്തായി പോകില്ലേ? അതൊന്നുമില്ല, ഒരു കേസുണ്ട്, അത് നമുക്ക് നന്ദുവാ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കക്ഷി നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന വേറൊരു സുഹൃത്ത്, പേര് ഞാൻ പറയുന്നില്ല. ബാബു എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ പേര് പറയുന്നേ ഉള്ളൂ. മറ്റേതും എൻ്റെ സുഹൃത്ത് തന്നെ, പക്ഷേ പേരുകൾ ഒന്നും റെഫർ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്നു. ഞങ്ങൾ 3 പേരും കൂടെ തെക്കാട് മൈതാനമുണ്ട്, അതിപ്പോൾ പോലീസ് ഗ്രൗണ്ടാണ്. ഇപ്പം അവിടെ നമുക്ക് കളിക്കാകില്ല, കാര്യം പോലീസിൻ്റെ ഗ്രൗണ്ടായതുകൊണ്ട് അവർ ഇപ്പോൾ പരേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ അന്ന് കളിച്ചിട്ട് വൈകുന്നേരം ക്രിക്കറ്റൊക്കെ കളിക്കും. അത് കളിച്ചിട്ട് വൈകുന്നേരം ഇരുന്നപ്പോൾ ഈ മറ്റേ സുഹൃത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കല്യാണം മണ്ഡപത്തിൽ നിന്ന് താലി കെട്ടി പുടവെല്ലാം കൊടുത്ത് വെള്ളിയോട്ടിറങ്ങുന്ന സമയത്ത് എന്തോ പ്രശ്നമുണ്ടായി. അതായത് ഈ പെണ്ണ് വീട്ടുകാരും പയ്യൻ്റെ വീട്ടുകാരും തമ്മിൽ എന്തോ ഒരു പ്രശ്നം. അത് എന്ത് പ്രശ്നമാണെന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അന്നെന്തോ പറഞ്ഞു. ഈ പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനെയും കൊണ്ട് നേരെ അപ്പം തന്നെ അങ്ങ് പോയി.
അപ്പോൾ ഇയാൾ വലിയ വിഷമത്തിൽ, അപ്പോൾ ഇയാളൊരു യാഥാസ്ഥിതികനായ ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു നല്ലൊരു മനുഷ്യനാണ്, വേറെ വലിയ വഴക്കനും ബഹളത്തിനൊന്നും പോകാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് വീട്ടിലും പോയി. 4 കൊല്ലം 5 കൊല്ലം എന്തോ ആയി. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര മാനസിക സംഘർഷം. കാര്യം കെട്ടിയ പെണ്ണിനെ കിട്ടിയില്ല, അപ്പോൾ അത് തിരിച്ച് കിട്ടണം, അതിനെന്താ മാർഗം എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് അപ്പോഴാണ് ഈ മറ്റേ സുഹൃത്തും അങ്ങനെ വേറെ 1-2 സുഹൃത്ത് അവരൊക്കെ കൂടെ ചേർന്നിട്ട് പറഞ്ഞു, നമുക്ക് അവളെ പോയി അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നാലോ. അപ്പം ഇവർക്ക് തോന്നി നല്ല ഐഡിയ ആണെന്ന്. അപ്പോൾ ഇതാര് കൂടെ വരും? 2-3 പേര് കൂടെ വേണം, കാര്യം ഉദ്യോഗസ്ഥനാന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വേണ്ടേ, അത് വേണം. അങ്ങനെ ആണ് ഈ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു. ബാബു പറഞ്ഞു, നമുക്ക് പോകാൻ തന്നു, നമുക്ക് വേറൊരു സുഹൃത്തുണ്ട്, അവനെയും വിളിച്ചു. അപ്പം ഞങ്ങളൊക്കെ നല്ല വേഷമൊക്കെ ഇട്ട് ഇയാൾ കാറൊക്കെ അറേഞ്ച് ചെയ്തു. രാവിലെ കാറ് വന്നു. അപ്പോൾ കാറ് നമ്മുടെ തന്നെ പറഞ്ഞു പരിചയമുള്ള വണ്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വണ്ടി വഴുതക്കാട്, തക്കാടിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് വഴുതക്കാട്. അവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ടാക്സി ഉണ്ട്. ആ ടാക്സി വിളിച്ചു, പരിചയമുള്ള ടാക്സി. അത് പരിചയമുള്ള ടാക്സി ആയതുകൂടെ അതിൻ്റെ കഥയും കൂടെ അത് പിന്നീട് നമുക്കത് ഈ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പരിചയമുള്ള ടാക്സി വിളിച്ചു. ഞാൻ, ഈ ബാബു, ഈ മറ്റേ സുഹൃത്ത്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വേറൊരു സുഹൃത്ത്, ഞങ്ങളൊക്കെ വേഷമൊക്കെ കെട്ടി ഭയങ്കര സ്റ്റൈലായിട്ട് ഇൻസർട്ടൊക്കെ ചെയ്ത് ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് ജാടയിലാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം നീ ബാങ്ക് ഉദ്യോഗസ്ഥനെന്ന് പറ, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർവേയിൽ എന്നെന്തോ ഒരു സർക്കാരിൻ്റെ ഏതോ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ ഉദ്യോഗസ്ഥനാണെന്ന് പറയാം, എന്നാലേ സംസാരിക്കാക്കൂ, ഡീസൻ്റായിട്ട് സംസാരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് തമിഴ്നാട് ബോർഡറിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയി, അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് ആ സ്ഥലമൊന്നും ഓർമ്മയില്ല ഏതാന്ന്, ഏതോ ഒരു സ്ഥലം, ഒരു വയൽ വരമ്പിൽ കൂടെയൊക്കെ നടക്കണം, വണ്ടി ഇട്ടിട്ട് നടക്കുന്നു. അപ്പോൾ ഈ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങനെ ഓടിച്ച് അങ്ങനെ പോയി അപ്പുറത്തൂടെ ചെന്ന് ഒരിടത്ത് തിരിഞ്ഞ് അപ്പുറത്തൂടെ തിരിഞ്ഞ് അങ്ങനെ വരുമ്പം ഈ വയലിൻ്റെ അപ്പുറത്തെ സൈഡിൽ വരും, അവിടെ വന്ന് നിന്നാൽ മതി, ഞങ്ങൾ ഇവിടെ തിരിച്ച് അങ്ങോട്ടായിരിക്കും വരണത്, അപ്പോൾ അവിടെ നിന്നാൽ മതി, അവിടെ നിന്ന് അങ്ങനെ കാറിൽ കയറി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇവിടെ നിന്ന് ഞങ്ങൾ 4-5 പേര് നടന്ന്, അപ്പോൾ ഇയാളും ഉണ്ട്, നമ്മുടെ ഈ നിരാശ കാമുകനും ഉണ്ട്. നിരാശ കാമുകൻ എന്ന് പറയാക്കില്ല, നിരാശ ഭർത്താവെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫുൾ ഡള്ള, അയാൾ ഇങ്ങനെ ആകെ മൂഡൗട്ടായിരിക്കുക. എന്തെങ്കിലും ചോദിച്ചാൽ ശരി ഇങ്ങനെയൊക്കെ പറയുള്ളൂ, കാര്യം അയാളുടെ വായിൽ നിന്ന് വരില്ല. അപ്പോൾ അയാളുടെ മൗത്ത് പീസായിട്ട് വേറൊരുത്തനുണ്ട്, അവനാണ് ഈ കാര്യങ്ങൾ പറയണത്. അപ്പോൾ ഞങ്ങൾ നടന്ന് അപ്പോൾ ഈ പെണ്ണ് കാണാൻ പോയ കൂട്ടത്തിൽ ഇവനുണ്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ഇത് തന്നെ വീട്. അങ്ങനെ ഈ വരമ്പിൽ നിന്ന് ഒരു ചെറിയ ഒരു പാത്തി വഴി ഇങ്ങനെ കയറണം. ആ കയറി കഴിയുമ്പം ഒരു മിറ്റം, ആ മിറ്റത്തൊരു പഴയ വീട്. ആ വീട്ടിൽ കുറച്ചൊരു ഇപ്പുറത്ത് വാഴത്തോട്ടമാണ്, തൊട്ട് താഴെ വാഴയോ കരിമ്പോ എന്തോ ആണ്, അതിങ്ങനെ വലിയ തോട്ടമാണ്. ഈ അപ്പുറത്തും വയൽ, ഇവിടെ കുറേ വാഴത്തോട്ടം, അങ്ങനെയൊക്കെ കുറേ ഫുൾ ഒരു ഗ്രാമം. അപ്പം ഞങ്ങൾ ഈ വീട്ടിലോട്ട് കയറിയപ്പം ഈ ഗ്രഹനാഥൻ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആൾ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം ഒരു ഷർട്ടൊന്നും ഇടാതെ മുണ്ട് മാത്രം എടുത്തിട്ട് ഒരാൾ നിൽക്കുന്നു. അപ്പം ഞങ്ങൾ 4-5, അപ്പോൾ ഇവൻ മാറി നിന്നു, ഈ നിരാശ ഭർത്താവ് മാറി നിന്നു, ഞങ്ങൾ 4-5 പേര് അകത്തോട്ട് കയറി. ആരാ? അപ്പം നമ്മുടെ ഈ വേഷവിധാനം കണ്ടപ്പോൾ അദ്ദേഹം കുറച്ചൊന്ന് മാന്യമായിട്ട് മര്യാദയ്ക്ക് ആരാ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. വരൂ എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, വീട്ടിൽ കയറ്റുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. അപ്പം അതൊരു തനി ഗ്രാമപ്രദേശം. ആ വീടിന് വലിയ മിറ്റമുണ്ട്, അവിടെ കോഴിയൊക്കെ നടക്കുന്നുണ്ട്, അവിടെ എന്തോ നെല്ലൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളൊരു സാധാരണ ഒരു നാട്ടും പ്രദേശത്ത് ചെന്നാൽ കാണുന്ന വീട്ടിൻ്റെ അതേ ഒരു ഗ്രാഫാണ് അവിടെ. ഞങ്ങളകത്ത് കയറി. ആദ്യം ഒരുത്തൻ പരിചയപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, ഞാനേതോ സർക്കാർ ഉദ്യോഗം എന്താണ് പറഞ്ഞത്. അപ്പോൾ ബാബു അതുപോലെ പറഞ്ഞു, ബിസിനസ്സാണെന്ന് എന്തോ പറഞ്ഞു. എന്താ വന്ന കാര്യം? നമ്മൾ പറഞ്ഞു, അല്ല ഈ മകളെ കല്യാണം കഴിച്ച ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അയാൾ ഉണ്ട്, അയാൾക്ക് വലിയ വിഷമമാണ്, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വീണ്ടും വിചാരം ഒന്ന് ചിന്തിച്ചൂടെ, അത് കല്യാണം അല്ല അത് പിന്നെ അന്നത് പിന്നെ അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് എഴിക്ക് എന്ന് പറയുന്ന പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം വളരെ മാന്യമായിട്ടല്ല, അത് നമുക്കത് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം, അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ ഓടിവായോന്ന് പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് സ്റ്റക്കായി ഞങ്ങൾ ചാടി. അപ്പം ഹാർട്ട് ഇടിക്കാൻ തുടങ്ങിയിട്ട്
കാര്യം ഫുൾ ടെൻഷനിലാണ് പോണത്. കാര്യം നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണിനെയും കൊണ്ട് വരാൻ വേണ്ടി നിൽക്കുക. ചാടി വെളിയിറങ്ങിയപ്പോൾ കാണുന്ന സീൻ, ഈ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ നിരാശ കാമുവൻ ഈ പെങ്കൊച്ചിൻ്റെ ഈ പെങ്കൊച്ചല്ല, അവിടെ വേറെ പെണ്ണുങ്ങളൊക്കെ നിൽപ്പുണ്ട്, ഒരു പെങ്കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചിരിക്കുന്നു. ആ കൊച്ചവിടെ പശുവിനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്തോ ആയിരുന്നു. എൻ്റെ ഇപ്പുറത്തെ കയ്യിലൊരു കത്തിയുണ്ട്. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇപ്പം നിന്നെയും കുത്തും ഞാനും ചാവും. ഇതാണ് അലറി വിളിക്കുക. ഈ പെണ്ണ് അയ്യോ അയ്യോ എന്ന് വിളിക്കുക, കയ്യിൽ ഇറുകി പിടിച്ചിരിക്കുക. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഇയാൾ വിളിക്കടാ, പോലീസിനെ വിളിക്കണം, ആളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനും ബഹളം ഉണ്ടാക്കി. ഈ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് മനസ്സിലായില്ല ഇതാരാണെന്നുള്ളത്. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലം കഴിഞ്ഞില്ലേ. ആ കൊച്ച് പാല് ഇറങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഏതോ ഒരു വഴിപോക്കം വന്ന് കയറി പിടിച്ചിട്ട് നീ എൻ്റെ കൂടെ വന്നില്ല എന്നെ കുത്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. ഈ പെണ്ണ് ഭ്രാന്തായിട്ട് കിടന്ന് വിളിക്കുക, ആരോ വന്ന് വിളിക്കുന്നതും വേറെ കുറേ ആൾക്കാരും അവിടെ നിൽക്കുന്നു. അവർക്ക് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചത്. കല്യാണം കഴിച്ച ഭാര്യയാണ് വിളിക്കാൻ വന്നത്. മര്യാദയ്ക്ക് സംസാരിച്ച ആൾക്കാർ സമ്മതിച്ചിട്ട് പിന്നീട് അത് വിളിച്ചോണ്ട് പോകാൻ വരുന്നത്. ഇതിനിടയിൽ ഞങ്ങളറിയാതെ ഇവൻ ചാടിക്കയറി പെണ്ണിനെ കയറി പിടിച്ച്. എൻ്റെ ഈശ്വര, അത് കഴിഞ്ഞപ്പം ഞാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുമ്പം ഈ വാഴത്തോപ്പിൽ നിന്നൊരു സൗണ്ട്, വെട്ടടാവന്മാരെ എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പം അത് ഒരു 10-15 അടി താഴ്ചയിലാണ് ഈ തോപ്പിരിക്കുന്നത്, വാഴത്തോപ്പ് ഈ വരമ്പിൽ നിന്ന്. അപ്പം അവിടെ നിന്ന് നോക്കിയപ്പം ഒരു പല വാഴകളും അനങ്ങളും നോക്കിയപ്പോൾ ഒരു 10-15 പേര് അവിടെ ഉണ്ട്. അതിനകത്ത് 1-2 പേരുടെ കയ്യിൽ വാള കയറിയിരുന്നു. എൻ്റെ ദൈവമേ, പിന്നെ ഒരു ഓട്ടം ഓടിയത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ആ വണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ സൈഡിലോട്ട് തന്നെ ഞങ്ങൾ ഓടി. ഞങ്ങൾ 4-5 പേര് ഓടി, ചെരുപ്പൊക്കെ പോയി ഓടി. ഞങ്ങൾ വന്നപ്പോൾ ഈ കാറ്, ഞാൻ പരിചയമുള്ള കാറായിട്ടുള്ള കൊള്ളാം. ദൂരെ നിന്ന് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദൂരെ നിന്ന് വിളിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തോടാ. അപ്പോൾ ഇവൻ അവന് മനസ്സിലായി എന്തോ കുഴപ്പമാണെന്ന്. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ വന്ന് ഡൈവ് ചെയ്ത് ഇതിനകത്ത് കയറി. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഒരു ഒറ്റ ഇവിടെ വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഈ മെയിൻ റോഡല്ല, അത് വേറൊരു ഏതൊരു വഴിയാണ്. അപ്പോൾ ഈ ഭാഗ്യത്തിന് ഈ ഡ്രൈവർക്ക് ആ വഴി അറിയാമായിരുന്നു. അവൻ അതുവഴി ഒരൊറ്റ വിടൽ. അപ്പം ഗട്ടറൊക്കെ ഉള്ള റോഡാണ്. അന്നത്തെ കാലത്ത് വളരെ മോശം റോഡുള്ളൂ. ഈ റോഡിൽ കൂടി ഈ വണ്ടി 100 കിലോമീറ്ററിലെ അംബാസഡർ കാർ പോണത്. ഈ ഗട്ടറൊന്നും ഭാഗമൊക്കെയില്ല. കാര്യം സ്പീഡ് കുറച്ചാൽ തീർന്നു, അവന്മാർ വരുമില്ല. നോക്കിയപ്പോൾ ഒരു പുറയിൽ നിന്നൊരു വണ്ടി, അത് ലൈറ്റ് ഇട്ട് വരണം ആ വണ്ടി. എൻ്റെ ദൈവമേ, ഞാൻ വെച്ച് മരണം. ഇനിയിപ്പം നേരെ അവന്മാർ തടഞ്ഞു നിർത്തും. കാര്യം നമുക്ക് പരിചയം പോലും ഇല്ലാത്ത സ്ഥലം, മരണം ഉറപ്പ്. കാര്യം അവിടെ ചെന്ന് നിർത്തി ഇവന്മാർ വിളിച്ചിറങ്ങി എല്ലാത്തിൻ്റെയും തല വെട്ടിയെടുക്കും. അന്നത്തെ കാലമല്ലേ, എനിക്ക് തോന്നുന്നു 84-85 എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ വണ്ടി റോക്കറ്റ് പോലെ വരും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുത്തൻ തലയിട്ട് കൈ കാണിക്കുന്നു, വണ്ടി നിർത്ത് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇതിനകത്ത് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ഈ അവശൻ്റെ കൂടെ ഉള്ളവൻ പറഞ്ഞു, അയ്യോ നമ്മുടെ സ്വാമിയാണ്, അവൻ്റെ ഇവരുടെ ഏതോ കൂടെ ഉള്ള ഒരുത്തനാണ്, അവനാണ് വണ്ടി നിർത്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ വണ്ടി നിർത്തണം. അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ നെഞ്ച് കിടന്ന് കട അടിച്ച് തീർന്നു എന്നുള്ള ഒരവസ്ഥ. നോക്കിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ഇവൻ ചാടി ഇറങ്ങിയിട്ട് അവനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവന്മാരൊക്കെ ഇറങ്ങി. അതിൽ നിന്ന് അവന്മാരിറങ്ങി മിണ്ടാതിരിക്കുക, അവന്മാർ ഇങ്ങോട്ടൊന്നും വരണില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ നിരാശ കാമുകൻ ഒരു പ്ലാൻ ബിയും കൂടെ ഉണ്ടായിരുന്നു. ആ ദുഷ്ടൻ നമ്മളത് പറഞ്ഞില്ല. ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ ഒരു സീനുണ്ടാക്കി തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടാ ഗ്യാങ്ങിനെയും കൂടെ വേറൊരു കാറിൽ അവിടെ കൊണ്ടിറക്കിയിരുന്നു. അവന്മാർ വേറെ എവിടെയോ വണ്ടി ഇട്ടിട്ട് ഇവന്മാർ വന്ന് ഈ വാഴത്തോപ്പിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ പോയി ഡീസൻ്റായിട്ട് സംസാരിച്ചിട്ട് വിളിച്ചുകൊണ്ട് പോയാൽ അവന്മാർ മിണ്ടാതെ പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവന്മാർ ചാടിക്കയറി പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെയുള്ള ഐഡിയയിലാണ് ഇരുന്നത്. പെണ്ണ് വിളിച്ചപ്പം അവർ വിചാരിച്ചു ഇവിടെ എന്തോ പ്രശ്നമായെന്ന്. അതാണ് അവന്മാർ ഹൂ ഹീ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ചാടിക്കയറി വന്നത്. ഞങ്ങളെന്ത് വിചാരിച്ചു, നാട്ടുകാർ ഞങ്ങളെ തല്ലാൻ വരികയാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓടി. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവനെ അവസാനം അവനെടുത്തുകൊണ്ട് ചുമന്ന് അങ്ങോട്ട് മാറ്റിയെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. അവൻ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ തിരിച്ചു വന്നു. ഈ ഗുണ്ടാ ഗ്യാങ്ങും തിരിച്ചു പോയി. ആ പെണ്ണ് വേറെ കല്യാണം കഴിച്ചും പോയി. എങ്ങോട്ടോ പോയി നമുക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ അങ്ങനൊരു ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഉള്ള സുഹൃത്തുക്കളാണ് എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാടി ഇറങ്ങുക. എന്തായാലും പ്രത്യേകിച്ച് അതിൻ്റെ വരുവരായികളൊന്നും ചിന്തിക്കാതെ നേരെ ഇറങ്ങുക.
ആ സുഹൃത്തുക്കളാണ് അന്ന് തക്കാടുണ്ടായിരുന്ന ആ സുഹൃത്തുക്കൾ തന്നെയാണ് ഇന്നും എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. ഞങ്ങളെല്ലാം ഒരു ഗ്യാങ്, ഞങ്ങൾ 10-17 പേരുണ്ട് അന്നും. അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഫാമിലീസും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകും. ഇന്ന് എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥമുള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പല മേഖലയിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവർ എല്ലാവരും അങ്ങനത്തെ പല തരത്തിൽ. ഞാൻ മാത്രമേ ഒരു സിനിമാക്കാരനുള്ളൂ. അപ്പം എൻ്റെ ഏറ്റവും തിക്കസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഫാമിലി കഴിഞ്ഞാൽ ബാക്ക് ബോൺ എന്ന് പറയാനായിട്ട് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ തക്കാട് ഈ ഫ്രണ്ട്സ് തന്നെയാണ്. എന്താവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും അവർക്ക് വേണ്ടിയാണെങ്കിലും നമ്മളും ഇറങ്ങി ചെല്ലാനും ഒക്കെ ഉള്ള. അപ്പോൾ ആ ജനിച്ചു വളർന്ന തക്കാടിനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതൽ ഓർമ്മകളുള്ളത്. ഞാൻ ജനിച്ചതും തക്കാട് തന്നെയാണ്. തക്കാട് വളരെ പ്രസിദ്ധമായ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, തക്കാട് ശാസ്താ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് എൻ്റെ തറവാടായിരുന്നത്. ഞാൻ ജനിക്കുമ്പം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളും എല്ലാം എൻ്റെ പരിസരത്ത് തന്നെയാണ്. വളരെ അപൂർവം ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരെ എന്നൊക്കെ. കുറച്ച് ദൂരെ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ വരണം. ബാക്കി എല്ലാവരും ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളവർ തന്നെയായിരുന്നു. ഈ അമ്പലത്തിൻ്റെ മതിലിൻ്റെ ചുറ്റും ചേർന്ന് താമസിക്കുന്നവർ തന്നെയാണ് പലരും. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവിടെ നിന്നൊക്കെ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി, സ്വന്തമായിട്ട് വീടുകൾ വെച്ചു ഒക്കെ കുറേ മാറി. ഞങ്ങൾ ഈ ഇടവഴി ആയതുകൊണ്ട് അവിടെ വണ്ടിയൊന്നും കയറില്ല. അപ്പം നമ്മളുമൊക്കെ അവിടെ നിന്ന് മാറി. അപ്പം ഞാൻ ജനിച്ചത് അവിടെയാണ്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 60 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ടേബിൾ ടെന്നീസ് കോച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും ഈ ടൂറാണ്. സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ, തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ. തമിഴ്നാടാണ് കൂടുതലും. അപ്പോൾ അച്ഛൻ മാത്രമല്ല, അച്ഛൻ തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ കൂടുതലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടായിരുന്നു അച്ഛൻ എപ്പോഴും. അപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരി അനീത്തിയുണ്ട്. അമ്മയുടെ അനീത്തിയുടെ ഭർത്താവ്, എൻ്റെ ചിറ്റയും ചിറ്റപ്പൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലാണ് പിന്നെ അവരുടെ വീട്ടിൽ താമസിക്കുന്നതിന് കുറച്ച് നാളാണ്. ജനിച്ച് ഒരു 2 കൊല്ലത്തോളം അമ്മയുടെ ഒരു സഹോദരൻ്റെ വീടുണ്ട് തൊട്ടടുത്ത് തന്നെ. ആ വീട്ടിലായിരുന്നു താമസം. താമസം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയും എൻ്റെ മൂത്ത അമ്മാവൻ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെയും കൊണ്ട് അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം അവിടെ നിന്ന് മാറി വേറൊരു വല്യമ്മയുടെ വീട്ടിൽ, അത് തൊട്ടടുത്ത് തന്നെ, അവിടെ താമസിച്ചു. അപ്പോൾ എൻ്റെ ഈ അമ്മയുടെ സഹോദരങ്ങളിൽ ഏറ്റവും ഇളയ സഹോദരൻ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അമേരിക്കയിലാണ്, അദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ ആ അമ്മാവൻ അന്ന് അമേരിക്കയിൽ, അദ്ദേഹം അന്ന് തന്നെ അമേരിക്കയിൽ പോയി. ഞാൻ ജനിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴേ അദ്ദേഹം അമേരിക്കയിൽ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ അവനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങണ്ട. എൻ്റെ ചേച്ചിയുടെ ഈ അമ്മാവന് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അവനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങണ്ട, അവനൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് 6 വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞമ്മയുടെ അവരുടെ വീട്ടിനോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്ത് അവിടെ ഒരു വീട് വെച്ചിട്ട് എൻ്റെ പേരുമൊക്കെ ഇട്ടു, നന്ദൻ ബാഗെന്ന് പേരുമൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ ജീവിതം അവിടെയാണ്. അവിടെ നിന്നാണ് ഈ സുഹൃത്തുക്കളെല്ലാം വന്നതും തുടങ്ങിയതും. അപ്പോൾ സ്കൂള് അവിടെ നിന്ന് തന്നെ തൊട്ടപ്പുറത്താണ് മോഡൽ സ്കൂള്. അവിടെ തന്നെയാണ് മോഹൻലാലും പ്രിയദർശനും ജഗദീഷുമാരും എല്ലാം പഠിച്ചത് ആ സ്കൂളിലാണ്. ജഗദീഷും ഒരുപാട് മണിയമ്പിള്ളേർ ഒരുപാട് ആൾക്കാർ പഠിച്ച സ്കൂളാണ്. 12 ചീഫ് സെക്രട്ടറിമാർ പഠിച്ച സ്കൂളാണ്. കേരളത്തിലെ 12 കേരളത്തിലല്ല, കേരളത്തിൽ മാത്രമല്ല വെളിയിലുമുള്ള 12 ചീഫ് സെക്രട്ടറിമാർ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ്. ഇപ്പം അത്രയും പേരും പ്രശസ്തിയൊന്നുമില്ല. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിനോട് തന്നെ എല്ലാവർക്കും ഒരു ചെറിയ അകൽച്ചയുണ്ട്. ഇപ്പോൾ കൂടുതൽ ഈ പ്രൈവറ്റാണല്ലോ. അപ്പം നമ്മളന്ന് ഈ സ്കൂളും അങ്ങനെ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാമിനേഷന് റിസൾട്ട് കിട്ടി. ഇത് വീട്ടിൽ കൊണ്ട് കാണിച്ച് ഒപ്പിട്ട് വാങ്ങിക്കണം. നോക്കിയപ്പോൾ തോറ്റിരിക്കുക. ഇതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. എൻ്റെ ചിറ്റപ്പൻ്റെ ഒപ്പാണ് ഇടേണ്ടത്. ഞാൻ ആ ഒപ്പ് നോക്കി വെച്ച് ഞാനിട്ടു. തെറ്റി. അതൊന്നും മായ്ച്ചിട്ട് വീണ്ടും ഇട്ടു. അപ്പോഴും തെറ്റി. അങ്ങനെ 4 റൗണ്ട് മായ്ച്ചപ്പം അതിലൊരു ഓട്ട വീണു. പിന്നെ ഇത് കൊണ്ടുപോകില്ലല്ലോ. പിന്നെ അതിനെ വലിച്ചെറി കളഞ്ഞു. പിന്നെ എങ്ങോട്ട് പോകും? ഈ സാധനം ഒപ്പിട്ട് കൊടുത്താലല്ലേ ഒക്കെ ഉള്ളൂ. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന് എൻ്റെ അതേ അവസ്ഥയിൽ 2 പേരെയും കൂടെ കിട്ടി. ഞങ്ങൾ 3 പേരും കൂടെ രാവിലെ 9 മണിയാകുമ്പം സ്കൂളിൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് നേരെ നടക്കും, എങ്ങോട്ടെങ്കിലും പോകും. അങ്ങനെ ഒരു 10-12 ദിവസം നാട് മുഴുവൻ ചുറ്റി. തിരുവനന്തപുരം സിറ്റിയിലെ ഏതൊക്കെയോ മൂലയിൽ.
അവസാനം ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇതേ അവസ്ഥയിലുള്ള ഒരു 3-4 പേരെ കൂടെ കിട്ടി. ഞങ്ങളൊരു 5-6 പേര് നടന്ന് തിരുവനന്തപുരം മുഴുവൻ നടക്കുക. യൂണിഫോം പിള്ളേരൊക്കെ ആൾക്കാരൊക്കെ നോക്കും. കാര്യം കറുപ്പും വെള്ള ഇട്ട് യൂണിഫോമിൽ നടക്കുന്ന ബാഗൊക്കെ ആയിട്ട് നടക്കുന്ന കുറേ പിള്ളേർ. ബാഗിനെയൊക്കെ പിന്നെ ഞങ്ങൾ എവിടെയോ കൊണ്ട് അന്ന് അവിടെ എവിടെയോ കടയിൽ എവിടെയോ വച്ചു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ. ബാഗൊന്നും അധികം ബാഗ് എടുക്കില്ല, വലിയ ഒരുപാട് ബുക്കൊന്നും എടുക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകേണ്ട ആരുമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേക്കും നീ കുറേ ദിവസമായിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ. അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാർഡ് വീട്ടിൽ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ല, എന്താ സംഭവം ചോദിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഒരു കാർഡ് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു. അപ്പം ഞാൻ ഉള്ള സത്യം പറഞ്ഞതാണ്, ഇങ്ങനെ ഒപ്പിട്ടത് പറ്റിപ്പോയതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരാനൊക്കെ പറഞ്ഞു, പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. അതൊക്കെ അങ്ങനെ ഒരു അവിടെ ചെന്ന് ഹെഡ് മാസ്റ്റർ അടുത്ത് കരഞ്ഞ് കാലി പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും സാറ് കുഴപ്പമില്ല ഇനി അങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്കൊക്കെ മാപ്പ് തന്നു. അത് ആദ്യമായിട്ട് വീട്ടുകാരൊന്നും ഇല്ലാതെ നാട് ചുറ്റാൻ ഇറങ്ങിയത് ആ പ്രായത്തിൽ, ആ സമയത്താണ്. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ് എവിടെ പോയാലും കൂടെ ആരെങ്കിലും കാണും. ഒന്നിൽ എൻ്റെ കസിൻസോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേട്ടനോ ആരെങ്കിലും ഇല്ലാതെ നമ്മളൊന്നും ഒരിടത്ത് പോയിട്ടില്ല. പക്ഷേ ഈ 10 ദിവസം ആണ് ആദ്യം ഫ്രീഡം എന്തെന്ന് പറഞ്ഞു. അപ്പോൾ കോളേജ് ചെല്ലണതിന് മുമ്പേ ഫ്രീഡം എന്താണെന്ന് അറിഞ്ഞു. ഭയങ്കര രസമായിരുന്നു. ആ 10-12 ദിവസം തിരുവനന്തപുരം മുഴുവൻ കറങ്ങി, എവിടെയൊക്കെ പോയി വഴി സ്ഥലം പോലും അറിഞ്ഞുകൂടാത്ത സ്ഥലത്തൊക്കെ പോയി. അങ്ങനെ വന്ന് പിന്നെ അത് കഴിഞ്ഞ് കോളേജ് 10ാം ക്ലാസ് കഴിഞ്ഞു. പഠിത്തം ഭയങ്കര ഗംഭീര പഠിത്തമായിരുന്നു. അത് ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും പഠിപ്പ് അന്ന് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് അതേപോലെ എൻ്റെ കൂടെ എൻ്റെ സെയിം ക്ലാസ്സിൽ പഠിച്ച ആളാണ് ആർ മോഹൻ. കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി അല്ല, അദ്ദേഹം IRS ആണ്, ഇൻകം ടാക്സ് കമ്മീഷനായിട്ട് ജോലി മതിയാക്കിയിട്ട് വന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ട് അദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോ. അപ്പം ഈ മോഹനാണ് ക്ലാസ് ഫസ്റ്റ് റാങ്ക്. മോഹൻ എനിക്ക് കാണിച്ചു തരും പരീക്ഷ എഴുതുമ്പോൾ. മോഹൻ ആർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കില്ല, പക്ഷേ എനിക്ക് കാണിച്ചു തരും. ആ കാണിച്ചു തന്നതുകൊണ്ട് മാത്രം ജയിച്ചു പോയി, അല്ലെങ്കിൽ അവിടെ കിടന്നാണ് ഞാൻ. അത്ര ഗംഭീരമായിട്ടുള്ള പഠിപ്പായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് കോളേജിൽ വന്നപ്പോൾ മോഹൻ വേറെ വഴിക്ക് പോയി. മോഹൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ആർട്സ് കോളേജിൽ അങ്ങോട്ട് പോയി. പിന്നെ എന്തായാലും ഒരുവിധം പഠിച്ചു. 5 കൊല്ലം മാർവാൻസിലായിരുന്നു. അത് നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരുന്നത്. കാര്യം അപ്പോഴാണ് കുറേ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അവരൊക്കെ അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇന്നും വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു കോളേജ് ജീവിതം 5 കൊല്ലം. അവിടെയും അവസാനം വന്നപ്പോൾ എന്തോ പറഞ്ഞാൽ ലാസ്റ്റിൽ 10ാം ഡിഗ്രി അവസാനം വരെ ഞാൻ തോറ്റിട്ടില്ല, ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. പഠിത്തമൊക്കെ മോശമായിരുന്നു, പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജയിച്ചു പോകുമായിരുന്നു. ഡിഗ്രി അവസാനം വന്നപ്പോൾ ഒരു പേപ്പർ കിട്ടിയില്ല. അങ്ങനെ പിന്നെ എഴുതിയെടുത്തത് 86-ൽ എഴുതിയെടുത്തത്. അവിടെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു തിരിവുണ്ടാകുന്നത്. കിതച്ചുകൊണ്ട് ഫോൺ നമ്പർ എടുത്ത് വെച്ച് പ്രിയഞ്ചേട്ടനെ വിളിക്കുകയാണ് മദ്രാസിൽ. കറക്കി വിളിച്ച് ഫോൺ പ്രിയഞ്ചേട്ടൻ എടുത്തു. ചേട്ടാ നന്ദുവാണ് ചേട്ടാ. എന്താടാ? ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ വീട്ടിൽ നിന്ന് വിട്ടു. പ്രിയഞ്ചേട്ടൻ്റെ ഉത്തരം, നീ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിക്കാത്തതെന്ന്. ഞാനിപ്പം സുകുമാരി ചേച്ചിയെ വിളിച്ച് ഈ വേഷം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ സുകുമാരി ചേച്ചി പറഞ്ഞു എൻ്റെ മോനുണ്ട് സുരേഷ്, അവനെ കൊണ്ട് അഭിനയിപ്പിക്കാം, അവൻ ചെയ്യും. എന്നാൽ ശരി, അത് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വച്ച് തിരിഞ്ഞപ്പോഴാണ് നിൻ്റെ കോളെന്ന്. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിഞ്ഞുകൂടാ, ആകെ ഫ്യൂസ് അടിച്ചു പോയി.